കാലിക്കറ്റ് VC നിയമനത്തിനൊടുവിൽ സെർച്ച് കമ്മിറ്റിയായി ജനുവരിയിൽ തന്നെ സ്ഥിരം VC നിയമിക്കാനാണ് നീക്കം. സെനറ്റ് പ്രതിനിധിയായി തെരഞ്ഞെടുത്ത പ്രൊഫസർ R രാമകുമാർ ഗവർണർക്ക് സമ്മതപത്രം കൈമാറിയിട്ടുണ്ട്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഇംതിയാസ്, സെർച്ച് കമ്മിറ്റിയായി ഇനി മുന്നോട്ടെങ്ങനെ? ആര്യ, കഴിഞ്ഞ 18-നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് യോഗം ചേർന്ന് പ്രൊഫസർ R രാമകുമാറിനെ സെനറ്റിന്റെ നോമിനിയായി തിരഞ്ഞെടുത്തത്. 58 അംഗങ്ങളിൽ നിന്ന് 33 വോട്ട് നേടിയാണ് അദ്ദേഹം സെനറ്റിന്റെ പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. എന്നാൽ നേരത്തെയൊക്കെ നമ്മൾ കണ്ടിരുന്നത് ഒരു സെനറ്റ് പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു, സെനറ്റ് പ്രതിനിധിയെ തിരഞ്ഞെടുത്ത് അടുത്ത ദിവസം തന്നെ അദ്ദേഹം രാജിവെച്ചെഴുന്നു. ഈ രീതിയിലായിരുന്നു സർക്കാരും ഗവർണറും തമ്മിലുള്ള കാര്യങ്ങൾ പോയിരുന്നത്. ഒരു പോര് തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ ഒക്ടോബർ 30-ന് തെരഞ്ഞെടുത്ത പ്രൊഫസർ A സാബു അങ്ങനെ രാജിവെച്ചതോടെയാണ് ഹൈക്കോടതി ഇതിലൊരു കൃത്യമായ നിലപാടെടുക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞത് ഇനി ഒരാളെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അയാളുടെ സമ്മതപത്രം ഗവർണർക്ക് കൈമാറണമെന്ന് പറഞ്ഞിരുന്നു. UDF-ഉം സമാനമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. അതുപ്രകാരം ഇപ്പോൾ മിനിറ്റ്സിനോടൊപ്പം തന്നെ ഞാൻ രാജിവെക്കില്ല എന്ന സമ്മതപത്രം, അതായത് സെനറ്റ് നോമിനിയായി നിൽക്കുമെന്ന സമ്മതപത്രം ഇപ്പോൾ ഗവർണർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇതോടുകൂടി UGC-ക്കും സെനറ്റിനും ഇതോടുകൂടി നോമിനിയായി എന്നുള്ളതാണ് കാര്യങ്ങൾ. ഇനി ജനുവരിയിൽ തന്നെ ഒരു പക്ഷേ പുതിയ VC-യെ തന്നെ തിരഞ്ഞെടുക്കാൻ കഴിയുമെന്ന കാര്യങ്ങളാണ് ഉള്ളത്. കാരണം നേരത്തെ തന്നെ ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു. അതിലേക്ക് ഇതിനോടകം 20ഓളം അപേക്ഷകൾ വന്നിട്ടുണ്ട്. നിലവിൽ VC ആയിരിക്കുന്ന ഡോക്ടർ P രവീന്ദ്രന്റെ അടക്കം അപേക്ഷ ഗവർണറുടെ മുൻപിലുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലും സാങ്കേതിക സർവകലാശാലയിലുമൊക്കെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ഒരു ധാരണയാവുകയും അതിനുശേഷം അവിടെ VC-യെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോയി. സമാനമായ സ്ഥിതിവിശേഷം തന്നെയാണ് കാലിക്കറ്റിലും ഉള്ളത് എന്നാണ് കരുതുന്നത്. കാരണം ഗവർണർ നേരത്തെ തന്നെ ഒരു കർശന നിലപാടെടുത്ത് സ്വയം നിലക്ക് കാര്യങ്ങൾ ചെയ്തു പോവുക എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അതിന്റെ പിന്നാലെയാണ് ഗവർണർ തന്നെ സർക്കാരിനോട് ആലോചിക്കാതെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നത്. ആ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ ഹൈക്കോടതി അതിനെ തടയുകയും ചെയ്തിരുന്നു. എന്നാൽ ഇനി ഗവർണറുമായിട്ടൊരു പോരിനില്ല. നേരത്തെ സാങ്കേതിക സർവകലാശാലയിലും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ സർക്കാർ CPM കൃത്യമായി ഗവർണർക്ക് വഴങ്ങുകയും ജനുവരിയിൽ തന്നെ രണ്ടു കൂട്ടർക്കും പ്രശ്നമില്ലാത്ത ഒരാളെ, അതായത് സർക്കാരിനും അതുപോലെ തന്നെ ഗവർണർക്കും പ്രശ്നമില്ലാത്ത ഒരാളെ ഈ ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് CPM അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത്. ആര്യ, ശരി.